എവിടെയോ കളഞ്ഞുപോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തുളുമ്പുന്നു. അങ്ങനെ ചിലപ്പോൾ രാത്രിയുടെ അധ്യാപങ്ങളിലൊക്കെ അത് അങ്ങനെ ഇല്ലല്ലോ. പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമം വെച്ച് 24 hours 24 മണിക്കൂർ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. പലയിടത്തും മനുഷ്യൻ്റെ സംസ്കാരം വെച്ച് സമയക്രമങ്ങളും സമയതീരങ്ങളും ഒക്കെ മറിച്ചൊക്കെ വരുന്നു. ഇപ്പോൾ പൊതുവേ പിന്നെ അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്തും പിന്നെ ഉണരരുത് ഇനി ഉറങ്ങിടാതിരിക്കണം അറിവായി ഇതിൽ നിന്ന് അയോഗ്യനെങ്കിൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞ് വാഴും മുനിജന സഭയിൽ പൂർത്തി നിർത്തണം. പിന്നെ നമ്മളൊക്കെ ചെയ്തതാണ്. പിന്നെ ആധ്യാത്മികതയിൽ കമ്പ്യൂട്ടേഴ്സുള്ള മുനിജന സേവനം. അപ്പോൾ അത് സേവനത്തിൽ നമുക്ക് വലിയ പൈസ ഒന്നും കിട്ടുന്നത് ഇതിന് പൈസ ആവശ്യം നമ്മൾ കഞ്ഞി കുഴിച്ച് കിടക്കുന്നുണ്ടല്ലോ. നല്ല കട്ടചായ നല്ല ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫുഡ് കോർട്ടുകൾ എല്ലാം. എന്തുകൊണ്ട് ഇതൊക്കെ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ച് എനിക്ക് കൂടുതൽ തള്ളുന്നില്ല, കമ്പ്യൂട്ടേഴ്സും തള്ളുന്നില്ല. അപ്പോൾ ഇത് കാണുന്നവരൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള ഇതിൻ്റെ ദൈവാനുഗ്രഹം എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തുകൊണ്ടാണ് ഇപ്പോൾ പിണറായി ഇതെല്ലാം തേസം എടുക്കുന്നത്, മരുമോനെ തേസം എടുക്കുന്നത് ആലോചിക്കുക. ദൈവാനുഗ്രഹം കൊണ്ടാണ്. ദൈവാനുഗ്രഹം അവരുടെ കർമ്മശുദ്ധി കൊണ്ടും ഇതുകൊണ്ടുമാണ് ഇവർ വരുന്നത്. അപ്പോൾ ഒന്നൊരു ക്ലോസിൽ കിട്ടുമെന്ന് നോക്കിയത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അവർ രണ്ടുപേരും തന്നെ പിണറായിക്ക് നല്ല കാര്യം കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ യുവത്വമാണല്ലോ. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ യുവാവായോണ്ടാണ് നിൽക്കുന്നത്. യുവത്വം ഉള്ളതുകൊണ്ടാണെന്ന്. അല്ലാതെ ഒരു നിങ്ങൾ പാർട്ടിയൊക്കെ അറിയാമല്ലോ. ഈ സാധനം നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. നമ്മുടെ പാർട്ടിയിൽ അങ്ങനെയുള്ള യുവത്വത്തെ മാത്രമേ നിലനിർത്തത്തുള്ളൂ. എന്തുകൊണ്ട് പിണറായി നിർത്തുന്നത്? യുവത്വം ഉള്ളതുകൊണ്ട് നിലനിർത്തുന്നത്. എന്തുകൊണ്ടല്ല ഇപ്പം ഈ പല ശത്രുക്കൾ അസൂയ വിട്ട ചില ഡാഷ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പലതൊക്കെ പറയും, പല കാര്യങ്ങളും പറയും. അപ്പോൾ ഏതായാലും പിന്നെ അങ്ങനെ വന്ന് ഇത് എലങ്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പടം കണ്ടുകൊണ്ട് ഞാൻ നിന്നതേ ഉള്ളൂ. അപ്പോൾ അതെനിക്ക് മാക്സിമം ഇതിനകത്തൊക്കെയുള്ളൊരു ഇങ്ങനെ മെത്തേഡുകളുണ്ട്, ഒരുപാട് മെത്തേഡുണ്ട്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലേ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെ ഒഴിവാക്കിയിട്ട് അപ്പോൾ അത് എനിക്ക് വന്ന് കേരളീയത്തോടെ തലയിരിച്ച വരും കാണാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല പടവും നന്നായിട്ട് എനിക്ക് അതിന് മാക്സിമം വലിപ്പം ഇതിനകത്തൊരു കാര്യം ഈ ഒരുപാട് ആൾക്കാർക്ക് തൊഴിലും. അപ്പോൾ അത് ഞാനിത് നേരിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ സ്ട്രീറ്റ് ജേർണലിസ്റ്റാണല്ലോ. അതുകൊണ്ട് ഈ നേരിട്ട് കാണുന്നതുകൊണ്ട് പിന്നെ ഇത് നല്ല രസമാണ്. നല്ല രസമല്ല ഇവരുടെ യുവത്വം, ഇവരുടെ പിന്നെ ഇവരുടെ ഊർജവും മനുഷ്യരുടെ എല്ലാവരും മനുഷ്യരുടെ ഊർജവും അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വെച്ചാൽ ഇവിടുത്തെ ഈ റോഡ് പിന്നെ ഇളകം റോഡാണെന്ന് പറയും. ഇവിടെ മഹാരഥന്മാർ അങ്ങോട്ടും ഒരുപാട് മഹാരഥന്മാർ എല്ലാവരുടെ പേര് പറയാൻ നേരം വിളിക്കും. എനിക്കറിയാവുന്ന സാറും ആൾക്കാരെ എനിക്കറിയാവുന്ന ആ പീരീഡിലും ഇപ്പോൾ പോലും ഒരിടത്ത് പോകുമ്പോൾ ഹരി വന്നു അതിനെ ബന്ധുന്ന് അല്ല ഹരിക്കുട്ടാന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ജനിച്ചു പോയ സ്ഥലമായിരുന്നു. എല്ലാവർക്കും ഇത് തന്നെ. ഇപ്പം എല്ലാവരും വന്ന് ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കമില്ലാത്തെനിക്ക്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ അസുഖമുള്ളതുകൊണ്ടാണ്, അസുഖക്കാരനായതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ വണ്ടി അവിടെ ഇരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പത്രപ്രവർത്തനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. വണ്ടി അവിടെ ഇരിക്കുമ്പോൾ സജ്ജമായിട്ടിരിക്കുമ്പോഴത്തേക്കും വേറൊന്നുമില്ല. പിന്നെ ഏത് വണ്ടിയാണ് എൻ്റെ വണ്ടിയൊക്കെ മിക്കവാറും പോലീസ് ഈ സ്കൂട്ടർ KL01 CF പാരിയുടെ വണ്ടി. അപ്പം മറ്റേ വണ്ടി ഇതായിട്ട് കാറിടിച്ച് പൊളിഞ്ഞ് എല്ലാം കൂടെ നാശം. എന്ന് ചിലത് നൈറ്റ് ഡ്രൈവിന് പോലെ ഇപ്പം ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള ചില പിന്നെ കുഴപ്പങ്ങളുണ്ടെന്ന് വെച്ചാൽ നിശ്ചയത്തിന് കുഴപ്പമില്ല. നമ്മൾ ഏത് ജീവിതമാണെങ്കിലും പിന്നെ കള്ളു കുടിക്കുന്നവരും എല്ലാവരും മരിച്ചു പോകുന്നു. ഇത്ര പേര് ഭയങ്കരമായിട്ട് കഴിക്കുന്നത് പൊൻകുന്നവർക്ക് എത്ര വർഷം കഴിച്ചു. എന്തോ അങ്ങനെ അസുഖമൊന്നും വരത്തില്ല. അതേപോലെ തന്നെയാണ് ഈ നിശ്ചയജീവിതത്തിനും അതിൻ്റേതായിട്ടുള്ള നമ്മളെ വേണ്ട രീതി കൈകാര്യം. അപ്പോൾ ചിലപ്പോൾ ഒക്കെ വേണ്ട രീതി കൈകാര്യം ചെയ്ത് ചില അബദ്ധങ്ങളൊക്കെ പറ്റും. അങ്ങനെ അവസരത്തിലാണ് മാനവീയത്തിൽ പോയിട്ട് വണ്ടി ഇടിച്ച് കാറിടിച്ച് അത് കൊടുക്കേണ്ടി വന്നില്ല. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ കാർ തന്നെ തരാമെന്ന് പറഞ്ഞവർ. അപ്പോൾ കൂടുതൽ നീളാനും പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് വെച്ചാൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടങ്ങ് ഇതിലോട്ട് പോയടാ നമ്മുടെ ആൽത്തലിലോട്ട് പോയാൽ കുറച്ചുകൂടെ രസമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് മാനവീയത്തിൽ റൗണ്ട് എടുത്തിട്ട് നമ്മുടെ സഹാക്കളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ സൂക്ഷിച്ച് പെരുമാറില്ല. രാത്രി ഒരു ചിലവന്മാരുടെ വട്ടൊക്കെ മാറിയിരിക്കും. അതൊക്കെ നമ്മൾ ഈ സോക്കോൾഡ് ആൾക്കാരൊക്കെ പറയുന്ന പോലെ എന്തെല്ലാം അപവാദങ്ങൾ ഒക്കെ അങ്ങനെ ഉണ്ടാവുമെന്ന് പിള്ളേരൊക്കെ ആകുമ്പോൾ കുറച്ച് വേണം.
കുറച്ച് ഡാഷ് ഡാഷ് ഡിഷ് ഡാഷ് നമ്മളൊക്കെ ചോദിച്ചു, ഞാനൊക്കെ ചോദിച്ചില്ലേ. എനിക്കിപ്പോൾ മറ്റന്മാരുടെ കൂടെ പോയി പോക്കാണ്. ചക്രൻ്റെ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഹരിയാ വർഗത്തിൻ്റെ കൂടെ പോയല്ല. അതെന്തറിയോ, ഞാൻ ആൾ ഒരു മനുഷ്യരെയും ഇൻസൾട്ട് ചെയ്ത് തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ അറിയാതെ ഇൻസൾട്ട് പോകും. പിന്നെ ഓരോരുത്തരെ കാണുമ്പോൾ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അവർ എന്നെയാണോ പറഞ്ഞത്, എന്നെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ചിലപ്പോൾ മോനെ തൊട്ട് മോനെ എന്നെയാണോ പറഞ്ഞത് അങ്ങനെ, അല്ലെങ്കിൽ അരിക്കുട്ടൻ എന്നെയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ അങ്ങനെ പല വിധത്തിലുള്ള പിന്നെ ഡാഷ് ഇത് എന്നെയാണോ പറഞ്ഞത് അത് പറഞ്ഞ് ചിലപ്പോൾ ചിലർ അങ്ങനെ പറയും. അപ്പം വെറുതെ അങ്ങനെ ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ച് ആരെയും പരിഹാരം മനുഷ്യ ജീവിതമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ വരും. ചില കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ വരും. പിന്നെ നല്ല മനുഷ്യർക്ക് പോലും തെറ്റുമ്പോൾ അപ്പോൾ അതൊക്കെ നാരായണഗുരുവിനെ പോലെ നാരായണഗുരുവാണ് ഇതിൻ്റെ കൃത്യമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഇതാണ്. അപ്പോൾ റോഡിനെ കുറിച്ചൊക്കെ നാരായണഗുരു പണ്ടേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അയ്യോ ഈ വെയിൽ കൊണ്ട് പാടുന്നു മയൂര അരികളൊക്കെ നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അങ്ങോട്ട് വരുന്നില്ല. വേറെ ചൊല്ലി വർഷമാക്കേണ്ടത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാനവീര്യത്തിൽ ഞാനിപ്പോൾ ഇടയ്ക്ക് ഷോർട്സ് ഞാൻ ഒറ്റ ഷോർട്ടായിട്ടൊക്കെ എടുക്കാൻ ഒരു 2 മിനിറ്റ് എടുത്ത് പിന്നെ എഡിറ്റ് ചെയ്തൊന്നും സമയം കണ്ടെങ്കിൽ ഇപ്പം നാളെ ഇപ്പോൾ 16-17 നാളെ 16 ഉള്ള സമയമാണ്. പിന്നെ ഇപ്പോൾ എല്ലാ കലോത്സവത്തിലൊക്കെ ആരംഭിച്ചു. എല്ലാവരും തന്നെ നല്ല ഉഷാറായിട്ട് കാര്യങ്ങളല്ല നല്ല അത് തന്നെ കാണുന്ന ഒരു ആനന്ദമാണ്. കാര്യം ഉത്സവത്തിന് മുമ്പായിട്ട് ഈ ഇതൊക്കെ പിന്നെ വലിയ മുളയും മാടിച്ചവും പൂവും ചെങ്ങോലയും കുരുത്തോലയും ആലയും ആനപ്പുട്ടും നാശവും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ പതുക്കെ അങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കും. എന്താ പറയുക, ഇച്ചിരി സമയം വെച്ചാൽ ഇനിയിപ്പോൾ ഭാര്യ അവസാനം വയലൻ്റായിട്ട് ചിലപ്പം ഇറങ്ങി വരത്തില്ല. പിന്നെ ചേച്ചിയെ വിളിക്കോ, അവനോടൊപ്പം വീട്ടിൽ ചെല്ലുന്ന എവിടെ നിൽക്കുക, ശരിക്കും നീ എവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ പിന്നെ മാനവീയത്തിലാണോ, ഞാൻ ഈ തിരുവനന്തപുരം സിറ്റി അങ്ങേയറ്റം പോയാൽ എവിടെ പോകുന്നില്ല. എനിക്ക് താല്പര്യമില്ല. കാര്യം മാനവീയത്തിലൊക്കെ നമ്മൾ തിരുവനന്തപുരത്തിന് മാറ്റം നമ്മൾ ഉണ്ടാക്കിയല്ലോ. സംസ്കാരത്തിൻ്റെ നാഴികക്കല്ലുകൾ നമ്മൾ പാകിയല്ലോ. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേരത്തെയൊക്കെ പാലിന് പിന്നെ അതിന് മുമ്പ് പിന്നെ അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു അടുപ്പിച്ച് ഇപ്പോഴത്തെ നമ്മുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് അടുപ്പിച്ച് നാലാം റൗണ്ടല്ലേ, 5 വർഷം 5 വർഷം വെച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടെയുള്ള ഇപ്പോൾ ഉള്ളപ്പോഴും മന്ത്രിസഭ CV ടീച്ചർ അതിന് മുമ്പ് പിന്നെ ഇടയ്ക്ക് കണ്ട് എനിക്ക് വന്നത് ഈ ക്രോണോളജിക്കലായിട്ടുള്ള ഈ പിന്നെ നമ്മുടെ വിപ്ലവ എന്ന് പറഞ്ഞ പിന്നെ ശ്രീ ജേർണലിസ്റ്റിൻ്റെ മറ്റേ നമ്മുടെ എന്താ പറയുക കറക്റ്റ് കിട്ടിയാൽ മതി. വിപ്ലവാവകാശം എന്നൊക്കെ പറഞ്ഞാൽ കൃഷിയായിപ്പോയി. അബ്സ്ട്രാക്റ്റ് അങ്ങനെയൊന്നും പറയാനല്ലാതെ കനകത്തിൽ ഒരു പിടിച്ചേട്ടനുണ്ട്. കനകത്തിൽ രാവിലെ ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഗോകുമാർസാണ്. പിന്നെ അദ്ദേഹം ഇവരുടെയൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പം കുട്ടമെന്ന് പറയുന്നില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിരാമൻ പറയാൻ സിറ്റിയിൽ തിരുവനന്തപുരം കുഞ്ഞിരാമൻ പറയാൻ രക്ഷയില്ല. പക്ഷേ എന്തായാലും കൂടുതലായിട്ട് ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് പറയുമ്പോൾ ഉള്ള ഇവിടുന്ന് ആൾക്കാരെ കുറിച്ച് നമ്മൾ ഓർമ്മ വരുത്തുള്ളൂ. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മ വരുത്തുള്ളൂ. ശോരന്മാരുടെ ഒരു സംഭവം ഇതാണ്. ശോരന്മാർ അവന്മാരിങ്ങനെ പിന്നെ അവരെ കുറ്റമൊക്കെ ഞാൻ അവരുടെ ഫ്രണ്ടിലോട്ട് കയറുന്നു. ഒന്നും ചെയ്യാതെ നിഷ്കളങ്ക ജീവികളാണ് ഈ ചോലന്മാർ. അവന്മാർ വന്നതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം ഇത് നിൽക്കുന്നുണ്ടേ ഈ ഇത് നമ്മൾ ഈ പഴയ സ്റ്റൈലിലുള്ള പഴയ സ്റ്റൈലല്ല, ഇപ്പോൾ അങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിങ്ങനെ ഈ വേറെ ഈ ചെറിയ നമുക്ക് ഈ താല്പര്യമില്ല ഇങ്ങനത്തെയുള്ള അവരെന്നെ കടത്തി പോയിക്കോണം. വേണമെങ്കിൽ അവരെ കിട്ടണമെങ്കിൽ ശരീരമേന്ന് കാണണമെങ്കിൽ
ആൽത്തറ ഇവിടെയൊക്കെ ഇപ്പോൾ ചില പുതിയ സംരംഭങ്ങൾ അപ്പം ഇതിൽ ഈ പിന്നെ ഇപ്പോഴുള്ളതിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ മാറിയെന്ന് വെച്ചാൽ ഇദ്ദേഹം ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കര എന്ന് വെച്ചാൽ എല്ലാ കടകളായിരുന്നു ഇവിടെ. ഈ കടകൾ പിന്നെ അപ്പോൾ ഇവിടെ ഒരു വീട് ഇവിടെ കോറിൻ്റെ ഇതൊക്കെ പുതിയ കടകളാണ്. അപ്പോൾ പിന്നെ ഈ കട പുതിയതാണ്. ഇതിൻ്റെയൊക്കെ നമ്മുടെ സ്ഥിരം കാണുന്നതാണല്ലോ കാര്യം. പിന്നെ അത് കുറച്ച് വർഷങ്ങളായിട്ട് ഈ കടയുണ്ട്, അറ്റത്തെ കടയുണ്ട്. അത് ഇതിൻ്റെ നമ്മുടെ ഇതൊക്കെ കൊടുക്കുമല്ലോ, വാടകയ്ക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ആ കടയാണ്. ആ കട സമയം ബോധം കൂടെ വേണം കാര്യം. കുറേ എനിക്ക് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഭാര്യ വിളിച്ചുകൊണ്ട് കാര്യം ഇപ്പോൾ നമുക്ക് ഇതൊരു നല്ല ടേമുണ്ട് കിട്ടുന്നില്ല. അത് സംഭ്രാന്തി ഒന്നുമല്ല. പിടിച്ചതിൻ്റെ അടുത്ത് എന്തായാലും ചോദിക്കുമ്പോൾ കലോപ്പത്തി ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു ഇത് വേണം. അപ്പോൾ ഞാൻ ശരിക്കും ചിരിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു തമാശകളും അങ്ങനെ പൊതുവെ ഇപ്പോൾ കനക്കുന്ന ഈ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇപ്പം ലോകത്ത് തന്നെ ഇതുപോലത്തെ അപൂർവമായിട്ടുള്ള മനുഷ്യരും അതുപോലെ കാലാവസ്ഥയല്ല ഈ ഭൂമിയും. പണ്ടങ്ങനെ ആയിരുന്നെന്ന് എനിക്ക് പണ്ടെന്ന് വെച്ചത് കൊണ്ടാടി കാടൊക്കെ കയറി ഇവിടെയൊക്കെ കുറുക്കന്മാരൊക്കെ ആയിട്ടുള്ള ആൾത്തറ പണ്ട് ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു പുതിയ ഒരു ഇത് വന്നേക്കുവാണ്. നമ്മുടെ എന്താ പറയണ്ടേ ഒരു സ്പിരിച്വൽ കേന്ദ്രം. അവിടെ ധ്യാനവും അവിടെ ശ്രീരാമചന്ദ്ര മിഷൻ ഇവിടെ ശ്രീരാമചന്ദ്ര മിഷന്. പിന്നെ അതിൻ്റെ ഗേറ്റ് പഴയ പ്രീതി നായർ എൻ്റെ കുറേ കാലഘട്ടമുണ്ട്. ഇവിടെ കമങ്ങറ ഇതായിരുന്നു അതൊക്കെ പൊളിച്ച് മാറ്റി. പിന്നെ അങ്ങനെ നമ്മൾ പകൽ പോകുമ്പോൾ അങ്ങനെ സ്പീഡിലൊക്കെ ഓരോ കാര്യം നെട്ടോട്ടമാണ്. അപ്പോൾ അത് കാരണം ഓട്ടത്തിൻ്റെ ഇടയിൽ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ള. രാത്രിയാകുമ്പോഴത്തേക്ക് വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് ഈ മാറ്റങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ ഇതായിരുന്നു ആൽത്തറ ഭജന ഉത്സവ ആൽത്തറ ഭജന മണ്ഡപം. ആൽത്തറ ഭജന മണ്ഡപം ഇതാണ്. അല്ല ഇവിടെ ഇത് ആൽത്തറ ഭജന മണ്ഡപം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൽത്തറ ഭജന മണ്ഡപം ഇതിവിടെ ആയിരുന്നു. പിന്നെ കമങ്കറ സ്കൂള്, പിന്നെ നാദബ്രഹ്മ, അങ്ങനെ ആദ്യം കമങ്കറ ഇതായിരുന്നു. അത് പിന്നെ ഇങ്ങോട്ട് മാറ്റി, അമ്പലമുക്കിലേക്ക് മാറ്റി. പിന്നെ നാദബ്രഹ്മ എൻ്റെ മോളൊക്കെ പിന്നെ സ്കൂളിൽ പഠിക്കുന്നത് 10 വർഷം മുമ്പ് ഒരു നാദബ്രഹ്മ ഡാൻസ് വരെ തിരുവനന്തപുരം അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇത് നമുക്ക് തോന്നുമ്പോൾ ഇത് ഏറ്റവും വലിയ ഇതെല്ലാം തോന്നും. എറണാകുളത്ത് അവൻ്റേതായിട്ട് തോന്നി. എല്ലാം ഓരോരുത്തരുടെ വീട് പോലെയാണല്ലോ. ഇപ്പോൾ വീട് പോലെ ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്നത് തറവാടിത്തം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തറവാടിത്തം ഉണ്ട്. പിന്നെ കാര്യം സാറിന് ചെറ്റക്കുടി കിടക്കുന്നതിന് അവൻ പറയും അവൻ്റെ ഇതാണോ ഞങ്ങളുടെ തറവാട് ഇതാണോ. തങ്ങളുടെ തറവാടിനാണെന്ന് ചെറ്റക്കുള്ളി പറയുമ്പോൾ അതിന് ചെവി കൊടുക്കുക, അതിന് മഹത്വം കൽപ്പിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. വേറെ ഒന്നും സിമ്പിൾ ലാസ്കാപ്പിൽ ഒന്നും പഠിക്കേണ്ടത്. ഇത് ചുമ്മാ ദൈവ സ്നേഹമാണെന്ന് പറയത്തില്ലേ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് സ്നേഹമാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് സ്നേഹമാണ്. ഇപ്പോൾ ആൽത്തറയിലൊക്കെ രസകരമായിട്ടുള്ള ആൽത്തറ അമ്പലം വിഷയമാൽത്തറ. ഇപ്പം ഇതായി. പിന്നെ പണ്ട് ഒരു വിഷയമാൽത്തറ പണ്ട് ചെറിയ ഒരു എനിക്ക് ഞങ്ങൾ കോളേജ് പഠിക്കുമ്പോഴുള്ള കുറച്ച് ഓഡിറ്റോറിയതും അതായിട്ട് കുറച്ചുണ്ടായി. ഇപ്പോൾ നല്ല വലിയ സമുച്ചയങ്ങളൊക്കെ കിട്ടുന്ന സമുച്ചയമായി കുറച്ചൊരു താഴോട്ട് സ്ഥലമായി. മഹാവേശത്തിലേക്ക് ശിരസ് ഉയർത്തി നിൽക്കുന്ന അശ്വത്ഥം. അശ്വത്ഥം രണ്ടിതുണ്ട്. ഞാൻ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്
മൂലതോ ബ്രഹ്മരൂപിണെ മറ്റതോ വിശ്വരൂപിണെ അഗരത രുദ്രരൂപിണെ വിശ്വരാജായതേ നമഃ എന്ന് പറയുന്ന അശ്വത്വത്തിൻ്റെ ഇതാണ്. അത്രയിൽ പ്രധാനമായിട്ട് ആല്, പിന്നെ ദേവി പ്രതിഷ്ഠ, ഇതെല്ലാം യാത്രയുടെ അധ്യായമായതുകൊണ്ട് എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അധ്യായം ഇപ്പോൾ വാച്ചെടുത്തില്ല. വാച്ചൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പിന്നെ ഇപ്പോൾ ഈ റോഡാണെങ്കിൽ തന്നെ ഇപ്പോഴിത് കുറച്ച് നാൾ മുമ്പ് വരെ വേറെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ ഈ പല്ലിടത് നമ്മൾ പലനിർത്ത് തുപ്പാൻ പാടുണ്ടോ? നമ്മളിപ്പോൾ മലനിടം തുപ്പല്ല പലരും ഇപ്പം ഞാനിപ്പോൾ രണ്ട് സ്പിരിച്വൽ ഓർഗനൈസേഷനും രണ്ട് പ്രധാനപ്പെട്ട ഗ്ലോബലായിട്ട് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള അതിൻ്റെ ആചാര്യന്മാരുടെ പേരുകളും ഒക്കെ ആയിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള രണ്ട് ആചാര്യന്മാരുള്ള പിന്നെ ഒരാചാര്യനും ആ ഓർഗനൈസേഷൻ ഒരാചാര്യൻ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. മറ്റേ ആചാര്യൻ ഒരു പിന്നെ 10-20 അദ്ദേഹത്തിൻ്റെ 26-ാം എത്ര വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിനൊപ്പം കുറേ കാലമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ആചാര്യനൊപ്പം ഇത്രയും വർഷങ്ങൾ അദ്ദേഹത്തിന് വന്ന ശേഷം രണ്ടാമത് പറഞ്ഞ ആചാര്യന് അദ്ദേഹത്തിന് ബാംഗ്ലൂരിൽ 400 ഏക്കർ സ്ഥലത്ത് 180ഓളം രാജ്യങ്ങളിലുള്ള അപ്പോൾ അങ്ങനെയുള്ള പിന്നെ കമ്മ്യൂണിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആലിൻ്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആലിൻ്റെ ഇത് വെച്ച് ഊർധ്വമൂല മതശാഖിയായിരുന്നു, മഹാശുദ്ധമായിരുന്നു. ഇതൊന്നും ഞാനിങ്ങനെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പണ്ടേ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും സ്നേഹമുള്ള കാര്യത്തിൽ നമ്മളിപ്പോൾ ഒരു പെണ്ണിനെ നമുക്ക് പ്രണയിച്ച് എല്ലാവരെ കുറിച്ച് പ്രണയിച്ച ഒരു പെണ്ണെ കുറിച്ച് മഞ്ഞ തിരിച്ച് പൂവില പോയിട്ട് മഞ്ഞ വിടരും പുള്ളിക്കാലെ ഇന്നു ലളിത നീയൻ മുന്നിൽ മറ്റേതൊക്കെ പറഞ്ഞിട്ടുള്ള കവിതയുണ്ടല്ലോ. മനസ്സിലേ എഴുതിയുള്ളൂ. മതിയപ്പനെ ചുമ്മാ ഉള്ള വേറെ കവിതകൾ എഴുതാമല്ലോ. അല്ല, പ്രണയത്തിൽ ഒരാളെക്കുറിച്ച് ആവണമെന്നില്ല. പിന്നെ ഈ പല വിധത്തിലുള്ള പിന്നെ പിന്നെ ഇത് ഷൂട്ടിങ്ങിനെ കുറിച്ച് നല്ല സൗകര്യമാണ്. ഇപ്പോൾ പകലൊക്കെ ആകുമ്പോൾ പകല് വേറൊരു സൗകര്യം അത് മൊത്തമാണ്. ഇതിനുശേഷം പറഞ്ഞ പോലെ പന്നിയുടെ പിന്നെ ആസനത്തിൽ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ അപ്പോൾ അത് വേറൊരു സൗന്ദര്യം. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിന് ഭീമാപ്പള്ളി പോകുമ്പോൾ അത് വേറെ സൗന്ദര്യം. ഇപ്പോൾ ശംഖുമുഖത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ തുറയിൽ പോകുമ്പോൾ പിന്നെ പെരുമാതുറയിലും പൂന്തുറയിലും അതുപോലെ പിന്നെ പുല്ലുവിളയിലൊക്കെ പോകുമ്പോൾ വേറൊരു ഇപ്പോൾ പെരുമാതുറ പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഒരു പിന്നെ ആത്മഗന്ധം എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള. അപ്പോൾ അതിനകത്ത് കുറച്ച് അത് രസമാണ്. അത് വേറൊരു തരത്തിലുള്ള ഒരു സൗന്ദര്യം. ഇപ്പോൾ പെരുമാതുറ പാലത്തിലവിടെ നോക്കുമ്പോൾ നമ്മൾ വേണ്ടത് ക്യാമറയൊക്കെ എടുത്ത് അഭ്യാസം കളിച്ച് ചില പാട്ടുകൾ വരും. എനിക്ക് അനുഭവമുള്ളതാണ്. ഭയങ്കരമായിട്ടില്ല. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാൻ രക്ഷയില്ല കേട്ടോ. നമ്മളിപ്പോൾ പെരുമാറുമ്പോൾ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് ഇതൊക്കെ മൊബൈലിൽ നിന്നൊക്കെ പറഞ്ഞ് പഴയ ഫോട്ടോ എടുക്കില്ല, അതൊക്കെ മാറിയല്ലോ. എൻ്റെ വീട്ടിലെ ഫോട്ടോ ഇപ്പോൾ എല്ലായിടത്തും പണ്ടൊക്കെയാണ് ചിലപ്പോൾ ക്യാമറയൊക്കെ തുടങ്ങി. പണ്ടിപ്പോൾ മൊബൈൽ ലാൻഡ് ഫോൺ വന്ന് മൊബൈൽ എടുക്കുമ്പോൾ ആളുകൾ എടുക്കുന്നു, പുറത്തുനിന്നല്ലേ എടുത്തോന്ന് ചോദിക്കും. പിന്നെ അത് ചോദിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അത്രമാത്രം കമ്പ്യൂട്ടേഴ്സ് ഗ്ലോബലായിട്ട് ആയിക്കഴിഞ്ഞു. കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ടെക്നോളജിയാണ്. കമ്പ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള റോബോട്ടുകൾ വന്നിട്ട് ആകാശത്ത് നിന്ന് നമ്മൾ ഓരോ കാര്യം ഞാനിപ്പോൾ ചെയ്ത് കാണുന്നില്ലേ. ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എവിടെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നതറിയോ? എത്ര തലങ്ങളിൽ മോട്ടിവേറ്റ് ഞാനായിട്ടില്ല, ആരായാലും ആര് ചെയ്താലും ഇത് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ പിന്നെ അല്ല റോബോട്ടുകളും അങ്ങനെയുള്ള ആൾക്കാർ ഇവർക്ക് മാറ്റപ്രവർത്തനമായിട്ട് പോയില്ലല്ലോ. അല്ല വേറെ അപ്പോൾ രാത്രി അവർ കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് പോവുകയാണ്. അവർ തിരിച്ച് അവർ പോകുന്ന ഈ വഴിയാണ്, ഈ റോഡാണ്. പിന്നെ ഇതാണ് സാക്ഷാൽ ഗോവിന്ദമംഗലം റോഡ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഇത് സ്വല്പം നല്ല ടയേർഡാകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ 12-13 മിനിറ്റായി. പിന്നെ ഇനിയിപ്പോൾ അത് 13 മിനിറ്റ് ആയ സ്ഥിതിക്ക് കൂടുതലെടുത്ത് കഴിഞ്ഞ് എനിക്ക് ചെയ്യാനറിയാം. കൂടുതലറിയാം. സമയങ്ങളായി ഇപ്പം ഇതാണല്ലോ കേരളീയത്തിൻ്റെ പിന്നെ ഇവിടെ നാളെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ റോഡിൻ്റെ ഉദ്ഘാടനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ റോഡിൻ്റെ ഉദ്ഘാടനം കേരളീയത്തിൻ്റെ കനകക്കുന്നിൽ വെച്ചിട്ട്
നിശാഗന്ധിയിൽ. അപ്പോൾ അതിന് മുന്നൊരുക്കങ്ങളൊക്കെ ഇന്നിപ്പോൾ ഞാൻ മൊത്തമായിട്ട് അതിനകത്ത് ഇരുന്നപ്പോഴത്തേക്കും അപ്പോൾ അതിനകത്തൊരു അപ്പോൾ പലർക്കല്ല പ്രത്യേകിച്ച് എൻ്റെ കുടുംബാംഗങ്ങളുടെ ആളുകൾക്ക് മനസ്സിലാകത്തില്ല. കാര്യം എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഹാസ്യത്തോട് ഇപ്പോൾ പറയുന്ന ഒരാളാണ്, പക്ഷേ ഞാൻ ഇപ്പോൾ വളരെ സോഫ്റ്റ് ആവുകയാണ്. കാര്യം ഞാൻ സോഫ്റ്റ് ആവുകയെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ തെരുവിൻ്റെ പകരം ഞാൻ ഈ മാനവീയത്തിന് വീണ്ടും എന്ന് പറഞ്ഞിട്ട് അവരുടെ കവിത എഴുതിയിട്ടുണ്ട്. മാനവീയത്തിന് വീണ്ടും എന്ന് പറഞ്ഞിട്ട് കവിത ഇതിലാണ് വന്നു. അത് പിന്നെ നമുക്ക് സേവയുള്ള ചില ആൾക്കാരൊക്കെ ചില ആൾക്കാർ പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ അവർ മാനവീയത്തിലേക്ക് വീണ്ടും എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് എടുത്ത് വെച്ച് ആദ്യം എടുത്തിട്ട് വായിക്കണേ. അത് നോക്കിയിട്ട് ഇപ്പം ഡാഷ് എഴുതിയ ഡാഷ് അയച്ചു കൊടുത്ത് മാത്രമേ വായിക്കത്തുള്ളൂ വെച്ചാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് അവർക്ക് ഡിമാൻഡുണ്ട്, അവരൊക്കെ പോപ്പുലറാണ്. പിന്നെ സ്വാധീനമല്ല ഈ മറ്റുള്ള പരാതി പറയുകയല്ല. ഇപ്പോൾ എൻ്റെ കവിതകൾ എല്ലാത്തിനും വന്നിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ അയച്ചു കൊടുക്കാനുള്ള ചിലപ്പോൾ അയച്ചു കൊടുക്കുക കവിതയൊക്കെ എഴുതി കഴിയുമ്പോൾ കവിതയാണല്ലോ ഇത് എടുത്ത് ഒരു കഥ പറഞ്ഞാൽ ഞാനൊരു കഥ രസകരമായിട്ടൊരു കഥയാണ്. അപ്പോൾ അത് ഈ ആൾക്കാരുടെ മുമ്പിൽ ഇത് മാനവീയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് മാനവീയത്തിൽ ഈ കഥയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവീയത്തിൽ ഇപ്പോൾ ഗോതമ്പള്ളി റോഡിൽ നിന്നോട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഏകദേശം ഞാൻ പിന്നെ ഇവിടെ താമസിക്കുന്ന കാലം എന്ന് വെച്ചാൽ കുറിച്ചിലയിൽ താമസിക്കുന്നത് വെച്ചാൽ 4-5 പഠിക്കും മുളസ്കൂളിൽ പഠിക്കും. കൊച്ചുമാൻ്റെ വീട്ടിൽ നിന്ന് കുറിച്ചിലയിൽ താമസിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നു. മുളസ്കൂളിൽ 4-5 നമ്മൾ ജീവിച്ചേർക്കും. ബാല്യകാലത്തിന് തുടങ്ങിയുള്ള അരാജകത്വം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല. അതായത് ഏറ്റവും കമ്മ്യൂണിസ്റ്റ് അരാജകത്വം. കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് അത്യാധുനിക അരാജകത്വമാണ്, ഭക്തി അരാജകത്വമാണ്. അരാജകത്വം വെച്ചാൽ എന്തും അരാജകത്വം, അത് ചോടപ്പുഴ കണ്ടുപിടിച്ചൊന്നുമല്ല അരാജകത്വം വെച്ചാൽ അരാജകത്വം. അല്ലാതെ എനിക്ക് കൂടുതൽ പറയാനുള്ള വിവരമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ അടുത്ത താമസിച്ചോണ്ടിരുന്നു. അപ്പോൾ അന്ന് ഈ ഡെലിസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു വീട്. അപ്പോൾ ആർഎസ് എന്ന് വെച്ചാൽ അന്ന് ഈ നമ്മുടെ ജി രാമേന്ദ്രൻ്റെ ഒരു അനന്തരവൻ്റെ വീടായിരുന്നു. അപ്പോൾ അവർ കെട്ടിട സമുച്ചയത്തിന് തമാശയായിട്ടുള്ള അനുഭവം പറയാം. പിന്നെ അതിനകത്ത് ആ കെട്ടിട സമുച്ചയത്തിന് താമസിച്ചിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ആൾക്കാരുടെ കാര്യം പിന്നെ ഒന്ന് ഇറങ്ങിയിട്ട് പറയാതിരിക്കാൻ എനിക്ക് ആവശ്യം പറ്റുകയും ഉറക്കം പോവുകയും ചെയ്യുകയാണ്. കാര്യം നമുക്ക് ജനത മാറിയിട്ട് ജാഗ്രതയിലേക്കും ഇതിലേക്കും വരുന്നതാണ് കമ്മ്യൂണിസം. ജനത മാറി എന്തും ജനത മാറണമെങ്കിൽ വെള്ളമടിച്ചാൽ ജനത മാറത്തില്ല, ജനത അപ്പം മാറും. ഇപ്പം ഞാനൊക്കെ പണ്ട് ഓങ്ങോട് ഭീകരമായിട്ടുള്ള അതൊക്കെ കാലമൊക്കെ കഴിഞ്ഞ് ഭീകരകാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചെറുപ്പത്തിലോട്ട് വന്നു, യുവത്വത്തിലോട്ട് വന്നു. അത് കളവന്മാരായിട്ടുള്ള കൂട്ടുകെട്ട് കളവുമായിട്ട് ഉറക്കമില്ലായ്മ. ഇപ്പോൾ പക്ഷേ ഉറക്കമില്ലായ്മ ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു ഊർജ്ജസ്വലത കമ്മ്യൂണിസത്തിന്റെ കണ്ടോ. നമ്മുടെ ഭരണം, നമ്മുടെ നേതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ 5 മന്ത്രിമാർ ഒരു ഞാൻ അവരുടെ പോകത്തൊന്നുമില്ല. എല്ലാവരും തന്നെ പരിചയമുണ്ട്. പക്ഷേ പോത്തില്ല വെച്ചാൽ വെറുതെ അവർ തിരക്കാകുമ്പോൾ നമ്മൾ പോയിട്ടിപ്പോൾ ഞങ്ങൾ പേരിൽ പറയത്തില്ല. പിന്നെ ഒരു പ്രമുഖ മന്ത്രിയെടുത്ത് നമ്മൾ കോളേജിൽ വെച്ച് പഠിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കോളേജ് പഠിക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവർക്കും അറിയാം. ഞങ്ങളെയൊക്കെ എല്ലാവർക്കും എന്താ പറയുക നമ്മളിപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് നമ്മൾ കമ്മ്യൂണിസ്റ്റെ കുറിച്ചാണല്ലോ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഒരു നിരത്തുകളെ ശുദ്ധമാക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാണ് ഒരു നിരത്തിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. അത് ഇത്തിരി അടിപൊളിയായിരിക്കുന്നു കേട്ടോ. ഇതാണ് അടിപൊളി കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര രസമായിട്ടുണ്ട്. കണ്ടോ ഇത് നാളേക്ക് ആകുമ്പോഴത്തേനും ലൈറ്റൊക്കെ വന്ന് ഇപ്പോൾ ലൈറ്റ് കത്താത്തപ്പോൾ തന്നെ രസമുണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ടേ ഈ ശിവൻ തമ്പിയുടെ ചേട്ടനൊക്കെ നമ്മൾ അയൽക്കാരും ബന്ധുക്കളൊക്കെയാണ്. ചേട്ടൻ്റെ മോനും മരിച്ചു വരും, പ്രകടനോസ്റ്റാണ്. അപ്പോൾ തമ്പിച്ചേട്ടൻ്റെ മോനും ഞാൻ തമ്പിന്ന് വിളിക്കുമ്പോഴത്തേക്കും പറയാൻ വന്ന എന്തൊരു കാര്യത്തിന് പറയാൻ വന്നു. പക്ഷേ ചിലപ്പോൾ ഈ ശ്രദ്ധിക്കാനായിട്ട് പറയുന്ന പറയാൻ വന്ന കാര്യം എന്തായിരുന്നു, അതാണ് രാത്രിയിലൊക്കെ ആകുമ്പോഴും നമ്മൾ ഉറക്കം പോയി എന്നാലും ഉള്ളിലുള്ളി ഉറങ്ങിക്കൊണ്ടേ നിൽക്കുന്നത്. ഈ സമയത്ത് ചിലപ്പം ഉറങ്ങി വീഴാമെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ശരിക്കും നാടിനെക്കുറിച്ച് പറയുകയാണ്, അല്ലെ അവിടുത്തെ ഗ്രാമത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ മഹാഭാരതം പറയത്തില്ലോ അങ്ങനെയാണ് മറ്റേ വിളിച്ചുകൊണ്ട് അവരെയൊക്കെ കാണിച്ച് ഇതാണ് ചിലപ്പോൾ ഈ പണ്ട് കയറിലൊക്കെ കേട്ടത് ഇതാണ് എൻ്റെ ഗ്രാമം, ഇത് എൻ്റെ ഗ്രാമമാണ്, ഇതാണ് കുട്ടൻ ചേട്ടൻ. മറ്റത് ഈ സർവ്വ ആൾക്കാരും പറയുന്നത് ഈ പിടിച്ചിട്ട് വലിയ 5-6 സിനിമ എടുക്കേണ്ടി വരും. ഞാനൊക്കെ ചെയ്യാൻ പറഞ്ഞ സിനിമ തിരുവനന്തപുരം സിറ്റി പോയിട്ട് ഇതുപോലെ ഇപ്പം നമുക്കിനി അബദ്ധത്തിനിങ്ങനെ വല്ലൊരു ഇങ്ങനെ വല്ല അവാർഡൊക്കെ തന്നു കഴിഞ്ഞാൽ അബദ്ധമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അബദ്ധമോ അല്ലെങ്കിൽ വൃത്തികേടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഉള്ള പിന്നെ മൂഢതകളും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ
ഉണ്ടോ ലിങ്ക് വിടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വീണ്ടും ട്രാൻസിലേക്ക് പോയി. ട്രാൻസ് എന്ന് വെച്ചാൽ ഉറക്കം 12 മണിക്ക് ഇന്നലെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ 15 14-ാം തീയതി 12 മണി തൊട്ടുള്ള വിക്രിയാണ് വെച്ചോ. അപ്പം ഞാൻ ഒരു ചാനൽ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഞാൻ ഇപ്പോൾ ഈ നമ്മുടെ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഡിക്ലറേഷൻ വേണമെങ്കിൽ പറയാം. ഞാൻ എന്താ പറയുന്നത്, പിന്നെ ഒരു ചാനലിൽ നിന്ന്, അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി അദ്ദേഹം അഭിപ്രായമുള്ള ഒരാൾ, അദ്ദേഹം രാത്രിയൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി കാര്യം നമ്മൾ ഈ തുടക്കത്തിൽ ഈ രാത്രി 12 മണി അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നതും ഉറങ്ങുകയും ചെയ്യുമ്പോഴത്തെ നമുക്ക് ഗതികേട് കൊണ്ട് നമ്മൾ ചിലപ്പോൾ കോപ്പി പേസ്റ്റ് എല്ലാവരും ചെയ്ത് കോപ്പി പേസ്റ്റ് വാർത്തയൊക്കെ ഒരു വാർത്തയല്ലേ ഉള്ളൂ. അപ്പം മറ്റേ വാർത്തയെ കണ്ടുപിടിക്കണമെങ്കിൽ റോഡിലോട്ട് ഇറക്കണമെന്ന് പിന്നെ അപ്പം എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കുഞ്ഞാ പഴയ കവികളൊക്കെ ചെങ്കമ്പടി മറ്റവരൊക്കെ സുരേഖൃഷ്ണമൂർത്തി ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഇവർക്ക് വേറൊരു മുഖത്ത് ഇവർ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് എ സി മുറിയിലൊക്കെ ഇരുന്ന് എഴുതുക അവരുടെ കഴിവാണ്. അത് ചെയ്തോട്ടെ, സുഖത്ത് വേണം. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ എനിക്ക് താല്പര്യം വെച്ചാൽ ചെങ്കമ്പടിയുടെ കൂട്ടുള്ള ആ ഒരു കുമാരനാശനൊക്കെ വേറെ തരത്തിലുള്ളതാണ്. പക്ഷേ കുമാരനാശനും അതിന് മുമ്പുള്ള എഴുത്തച്ഛനും അങ്ങനെയുള്ള കണ്ണശന്മാരും കോളം കവികളും പിന്നെ ഉണ്ണിനിരി സന്ദേശവും അങ്ങനെ മയൂര് സന്ദേശവും എല്ലാം കേരളത്തിലുമല്ല. ഇപ്പം നമ്മൾ ഈ തള്ളുമ്പോഴത്തേക്ക് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോൾ കുറേ തള്ളുമല്ലോ. യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചാണ് നിങ്ങൾ പോയിട്ട് മലപ്പുറത്ത് പോയിട്ട് ഏതെങ്കിലും പിന്നെ അല്ലെ വേറെ എവിടെയെങ്കിലും പോയിട്ടൊരു മദ്രസയെ കുറിച്ച് അവർക്ക് പറയാൻ 100 കാര്യങ്ങൾ പറയും. അതേപോലെയാണിത്. എനിക്ക് നല്ലത് എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇപ്പോൾ പോയിട്ടൊരു കുഴിമന്തിയും അതും കഴിച്ചു. അല്ല, കുഴിമന്തി വെച്ചാൽ എനിക്ക് അത്തരം സാധനങ്ങളൊന്നും ഞാൻ നോൺ വെജ് ഒന്നും അങ്ങനത്തെ കാര്യം കുഴിമന്തി ഒരു സാധനങ്ങൾ കഴിക്കത്തില്ല. വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ജ്യൂസോ അങ്ങനെ കഴിക്കും. പക്ഷേ അതിനകത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നല്ല ടയർഡായി. ഇപ്പോൾ എത്ര നേരമായിട്ട് തുടങ്ങിയാണ്. നല്ല ടയർഡായി. വീട്ടിൽ നിന്ന് വിളി വന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോഴേ ഇതാണ് ഒഴുതങ്ങൾ റോഡിൻ്റെ ഒഴുതങ്ങൾ റോഡ്. കൊയ്തങ്ങൾ റോഡ് തന്നെ. കൊയ്തങ്ങൾ റോഡ് മാൽത്രയുടെ പണ്ടത്തെ ഇത് മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ അപ്പോൾ പണ്ടുള്ളവർ പറയുന്നത് അതുപോലും ഇല്ല. വേറെ ഒരു ഇത് ആലെന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആലിപ്പോയി. ആലിൻ്റെ എനിക്ക് ഓർമ്മയില്ല. ആല് കുറച്ച് വളർന്നിട്ടുണ്ട്. പിന്നെ ആലും വളർന്നിട്ടുണ്ട്. ആലിൻ്റെ കീഴിലൊരു ദേവീക്ഷേത്രം. പക്ഷെ അന്ന് ആൽത്തറ എന്ന് വെച്ചാൽ വേറെ അധികം അമ്പലങ്ങളില്ല. ഇപ്പം പിന്നെ ഒരുപാട് പേര് അമ്പലങ്ങൾ തുടങ്ങിയിരുന്നു. അതൊരു ബിസിനസ്സാണല്ലോ. അത് മോശമൊന്നുമില്ല. അത് കുറേ പേർക്ക് ഭക്തിയും മറ്റുള്ള ആൾക്ക് ഒരുപാട് ഇത് വേണമെന്നില്ല. ആവശ്യമില്ല. എല്ലാത്തിലും ജയിച്ചു അത് അവർ അവർ മറ്റൊന്നും പറയേണ്ട എല്ലാവരും ഒക്കെ ജീവിച്ച് പൊയ്ക്കോട്ടെ. മനുഷ്യരെന്നെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ഇതിനകത്ത് ഇതിന് താഴോട്ട് താമസിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ആൾക്കാരുടെ താഴെ ആദ്യം വലിയ ദിവസമായിട്ട് ആൾത്തറ അമ്പാന്ന് പറയുന്നത് കഥാപാത്രമായിരുന്നു. അപ്പോൾ അവർ സിംഹം വെച്ച് വീടിൻ്റെ അവിടുന്ന് അപ്പോൾ ഇനി അങ്ങോട്ട് നിന്ന് ഇറങ്ങാൻ വയ്യ. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടൊക്കെ ചിലപ്പോൾ ബോധിച്ചിട്ട് ബോധനിലാവും മയങ്ങി എന്ന് പറഞ്ഞ പാട്ട് പോലെ ബോധത്തിൻ്റെ നെല്ലിക്കെട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടൊഴുക്ക പറയാനുള്ള കഥകളുണ്ട്. ഇരുട്ടൊഴുക്ക അത് മോഹൻലാലിൽ ചെന്ന് നിൽക്കും. ആ കഥയൊക്കെ മോഹൻലാലിലും മറ്റേ നമ്മുടെ പിന്നെ ബൈജുവിലും ഒരുപാട് പേരിൽ ചെന്നിരിക്കും. ഒരുപാട്. അപ്പോൾ അത് വേണ്ട. ഒരുപാട് സമയം പോയിട്ട് പിന്നെ അത് കൂടുതലായി കഴിഞ്ഞാൽ ബോറുമാകും. പിന്നെ അത് വേറെ സെഗ്മെൻ്റായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നല്ല അസലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊന്ന് വനയം വഴി ഒന്ന് കറങ്ങി. അപ്പോൾ നാളെ ഏതായാലും എല്ലാ മംഗളാശംസകളും നമ്മൾ ആശ്വസിക്കട്ടെ. നമ്മുടെ പിന്നെ മലയാളിയുടെ കേരളീയം മലയാളിയുടെ റോഡ് പിന്നെ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ആശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നാട്ടിൽ ഉത്സവം കേരളത്തിൻ്റെ എല്ലാ മംഗളാശയും എവിടെ സൂമിങ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യാം. ഇതിലോട്ട് ചെയ്തേക്കാം. എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം ഇതാണ്. ഇതിലോട്ട് സൂമിങ് ചെയ്താൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. അല്ല നടക്കത്തില്ല. അപ്പോൾ അതേ ഒരു കാര്യം. അപ്പോൾ അല്ല ഇത് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൂമിങ് ചെയ്യേണ്ട. നിങ്ങളിത് കണ്ടല്ലോ. ഇത് കണ്ടോ. ഇപ്പോൾ ഏത് സംസ്കൃതിയിലും ഏറ്റവും ദിവസരൂപമാരുള്ള സംസ്കൃതിയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഊച്ചാളിത്തരങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വളരെ കൂടുതലാണ്. വളരെ കൂടുതൽ ഊച്ചാൽ റോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥകളുണ്ട്. യുവാക്കൾ ശല്യം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ആഫ്റ്റർ ഓൾ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു പിന്നെ കമ്മ്യൂണിസത്തിൻ്റെ ഇതാണ് കമ്മ്യൂണിസ്റ്റ് നിൽക്കുന്നതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ആൽത്തറ
ഹോട്ടലിലൊക്കെ കണ്ടല്ലോ നല്ല കമ്മ്യൂണിസ്റ്റ് കേട്ടോ കേട്ടോ. എനിക്കിത് പിന്നെ ഞാൻ അധികം വൈലൻ്റായിട്ടൊന്നും പറയാലെന്നുള്ള കേട്ടോ കേട്ടോ ഇതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ. അപ്പോൾ ഹിമാലയം എന്തോ ഹിമാലയം സമാസഭ്യ കരൻസ്വാമി തന്നെ അവരങ്ങനെ അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഈ ദേവീയ സങ്കല്പം നമുക്ക് അറിയാവുന്നതല്ല. ഇപ്പോൾ ആർക്കാർ പറഞ്ഞിട്ടൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതാണ് അമ്മ റെസ്റ്റോറൻറ്റ്. അമ്മ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് എനിക്കൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ഇതിലത്തെ ഉടമസ്ഥനെ അറിയാം, അതിൻ്റെ മകനെ അറിയാം, മക്കളെ ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ കാണാറുണ്ട്. അവിടെ നമ്മൾ ഈ പിന്നെ ഇറങ്ങി വീടടച്ചിരിക്കാത്തതുകൊണ്ട് ഉള്ള ഒരു പിന്നെ എനിക്ക് വീടടച്ചിട്ട് ഇരുന്നിട്ടൊക്കെ ഉണ്ട്. ഇല്ലയെന്ന് പറയും എല്ലാവരും ഇരുന്നിട്ട് എല്ലാവരും ഇതുപോലെ ഇറങ്ങുകയും ചെയ്യും. അങ്ങനെ എല്ലാ മനുഷ്യർക്കുള്ള ചില സൗകര്യങ്ങൾ എനിക്ക് ഉള്ളതുകൊണ്ട് കേട്ടോ. ഇത് അമ്മ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരുപാട് ചരിത്രമുണ്ട്. ചരിത്രം പറഞ്ഞ നേരം വിളിക്കുന്നത് ഈ റെസ്റ്റോറൻറ്റ് പോലും അമ്മ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഉടമസ്ഥനും മകനും ഒക്കെ ഒരു കഥകളുണ്ട്. അത് കഴിഞ്ഞ് ഈ മദർ സ്റ്റോഴ്സ് ഒക്കെ പറഞ്ഞ അടുത്തിടെ ഒരു 5 വർഷമൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടെ എന്തായിരുന്നു ചോദിച്ചാൽ ഇവിടെയൊക്കെ തുണിക്കടയും പിന്നെ എന്ന് വെച്ചാൽ ഈ നിരത്ത് പോലും തള്ളി വലിയ നിരത്തായില്ലേ. ഇതിപ്പോൾ ചെറിയ മറ്റേ നേരത്തുള്ള റോഡ് വികസനം വന്നിട്ട് ഈ റോഡ് വലുതായല്ലോ. ഈ റോഡ് നല്ല വികസിച്ചു. പക്ഷേ നല്ല വികസിച്ചു. പക്ഷേ പണ്ടെന്ന് വെച്ചാൽ ഈ ഒറ്റ റോഡ് ഈ രണ്ടില്ല ഇത് ഇത്രയും ഞാൻ തന്നെ കോളേജിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റോഡേ ഉള്ളൂ. അപ്പോൾ കാലം മാറുമ്പോഴത്തെ മനുഷ്യൻ്റെ മാനസിക ചക്രവാളങ്ങൾ കമ്മ്യൂണിസം പോലെ വികസനമാകുന്നതിൻ്റെ ഒരു രസകരമായിട്ടാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പണ്ടോട്ടേ ഉള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഞാൻ വന്ന് കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ പേര് നമ്മുടെ ഈ പെറ്റുഭൂഷ ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് പെറ്റുഭൂഷയല്ല ഭയങ്കര ഭൂഷ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഭയങ്കര അങ്ങനെ ഈ ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ പാടില്ല. അമ്മയൊക്കെ ഇങ്ങനെ നീന്തൽ ഏർപ്പെടുത്തുക ഓരോ പാടില്ല മറ്റേ നമ്മളത് കൃത്യമായിട്ട് തെറ്റിക്കുക. അത് വെച്ചാൽ സ്കൂളിൽ നിന്നും പഠിക്കുമ്പോൾ തെറ്റിക്കത്തില്ല. കാരണം ചവറയിലുള്ള ജീവിതമായിട്ട് ചവറയിൽ താമസിക്കേണ്ടി ഇപ്പോൾ അതിനെ പറ്റി അവിടെ ഹോട്ടലൊന്നും ഇല്ലല്ലോ. അത് വീട്ടിൽ ഹോട്ടലിൽ പോയി ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളെ പഠിച്ചതിന് ശേഷമാണ് ഹോട്ടലിൽ. പക്ഷേ ഇപ്പോൾ എന്താ സൗഹൃദത്തിന് വേണ്ടി ഈ ഹോട്ടലൊക്കെ പോകുന്ന വെച്ചാൽ മാറിപ്പോകുന്ന ഇപ്പോൾ ഞാൻ മാറിപ്പോകാറുണ്ട്. കാര്യം അല്ല ഒരു കാര്യം പറയുമ്പോൾ വേറെ സബ്ജക്റ്റ് പറയും. അതായത് ഉറക്കത്തിൻ്റെ ഭയങ്കര ഇതിലോട്ട് പോവുകയാണ്. ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാം. ഇപ്പം ഞാൻ മാറിപ്പോകുന്നു പണ്ടത്തെ കൂട്ടല്ല. അപ്പോൾ കാലം മാറുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ പരവള അക്ഷര ഇടത് സൈഡിലായിട്ട് മോളി ഞാനും കൂടെ പോകുമ്പോഴേ അച്ഛൻ പറയാം അവൾ പറയും ചിലപ്പോൾ അവർക്ക് മോട്ടേ കഴിക്കുമല്ലോ. മക്കളെന്താ പെസികളെന്താ കള്ളു കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് കള്ളു കുടിച്ചാൽ മറ്റർത്ഥമല്ല കുടിച്ച് കുത്താടി റോഡിൽ കിടക്കണമെന്നുള്ളതല്ല. വല്ലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനും മോളും കൂടെ ചിലപ്പോൾ പോയിട്ട് പട്ടത്ത് മോളുമായിട്ട് ചിലപ്പോൾ മുനിസിപ്പാലിറ്റി സ്റ്റാർ ഹോട്ടലിലേ പോകത്തുള്ളൂ. എക്സിക്യൂട്ടീവ് ബാറിൽ പോയിട്ട് എന്നോട് ചിലപ്പോൾ അവൾ ചിലപ്പോൾ ഒരു ചെറിയ ഒരു സാധനം ഇത് പറയും ഭയങ്കര കൊലപാതകമാവും കേട്ടത്. വേറെ വിഷൽ അച്ഛൻ വേറെ കാണിച്ചത് ഇതിൻ്റെ കാര്യം പറഞ്ഞ് എന്ത് കോൺടസ്റ്റ് വന്നു ഓർമ്മ വന്നതാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബോധധാരയിൽ ഇപ്പോൾ നിൽക്കുന്നപ്പോൾ ഈ കുറച്ചുകൂടെ മാലിന്യം പോകുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇത്ര ഊർജ്ജം വെച്ചാൽ ഇതിൻ്റെ ആവശ്യമാണ്. ഈ കേരളീയത്തിൻ്റെയും പിന്നെ കേരളീയത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പം ഓരോ തവണ മാലിന്യം യുവത്വത്തിലൂടെ നമ്മൾ വരുവാണ്. കാര്യം പണ്ട് കിളവനാകുമ്പോൾ ഇപ്പോൾ യുവമായി കഴിയുമ്പോഴത്തേക്കും യുവത്വത്തിലോട്ട് വരുമ്പോഴത്തേക്കുമുള്ള ഒരു ആവേശമാണ്. കിളവന്മാർ യുവത്വത്തിലോട്ട് വരുമ്പോൾ ഉള്ള യുവസികളെ പള്ളി ആ പീരീഡിലൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ നേരത്തെ ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്. അതിൽ ഓരോ ആളിനെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നേരത്തെ അടുത്ത കടകൾ എന്താ രവിയണ്ണൻ്റെ കട, പിന്നെ ഓരോ എല്ലാ കഥാപാത്രങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്തെ ബാർബർ ഷോപ്പ് എല്ലാവരും നല്ല പരിചയമാണ്. അവരൊക്കെ ചിലരൊക്കെ പിക്കവറുള്ളവരൊക്കെ മരിച്ചു പോയി കേട്ടോ. അല്ല പിക്കവറുള്ളവർ അന്നുള്ളവർ കുറച്ച് അന്ന് തന്നെ നമ്മൾ നല്ല പ്രായമുള്ള ചേട്ടന്മാർ അവരിവിടെ പല വ്യക്തികളുമുണ്ട്. പിന്നെ ആൾക്കാരുടെ ഇതൊക്കെ പിന്നെ ഭജനമണ്ഡപവും മറ്റും ഇതൊക്കെ പിന്നെ പുതിയതായിട്ടുള്ള ഭജനമണ്ഡപം ഇതൊക്കെ പുതിയതായിട്ടുള്ള അന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് കേട്ടതാ അവിടെ ഈ ഭാഗത്താണ് ഇവിടെ ഒരു ചെറിയ അങ്ങോട്ട് കയറുമ്പോൾ ഉള്ള റോഡിൻ്റെ അവിടെ കൊണ്ട് വരുമ്പോഴും ഒരു ചെറിയ ഇത് നമ്മൾ കൊലപ്പെടുത്തിയിട്ടിരിപ്പോഴും എന്നാലും പ്രശസ്തിയാണ് കേട്ടോ. പ്രശസ്തിയുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഇതാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരത്തെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇതാണ് ശരിക്കും ഊർധ്വമൂലോദശാഖി അശുദ്ധം. ഊർധ്വമൂലോദശാഖിയായിട്ടുള്ള അശുദ്ധമാണ് ഇത്. ഊർധ്വമൂലമല്ല, ഇത് ഊർധ്വ പദശാഖിയായിട്ടുള്ള നിലാവുണ്ട്. പിന്നെ പൗർണമി കഴിഞ്ഞിട്ടുള്ള പൗർണമിയിലൊക്കെ ആയിരുന്നു കുറച്ചുകൂടെ കേരളീയൊക്കെ ഉണ്ട്. പൗർണമി കഴിഞ്ഞിട്ട് എന്നാലും നിലാവ് കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ നിലാവാണല്ലോ. കമ്മ്യൂണിസ്റ്റ് എന്ന് വെച്ചാൽ ഇരുട്ട് മാറിയിട്ടുള്ള വെച്ചാൽ ഈ പറയുന്ന
ഗുരു ഈസ് വൺ ഹു എക്സ്പെക്ട്സ് ഡാർക്ക്നെസ്, വെളിച്ചം വച്ചുന്നവനാണ് ഗുരു എന്ന് പറയുന്ന പോലെ, അല്ല ഇരുട്ടകറ്റുന്നവനാണ് ഗുരു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം വെച്ചാൽ ഇരുട്ടകത്തുന്ന ഒരു ഗുരുത്വമാണ് കമ്മ്യൂണിസം. കൂടി തള്ളി എൻ്റെ പൂപ്പാട് വന്നത് കമ്മ്യൂണിസം തള്ളി ഇത് ഭയങ്കര കംപ്ലൈൻറ്റുകളുണ്ടാക്കും. എനിക്ക് വേറെ അവരങ്ങനെ അതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയത്തുള്ളൂ. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ, എനിക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും എല്ലാം വേറെ സാമ്പത്തികമായിട്ടൊന്നും കിട്ടില്ല. എനിക്ക് ആത്മാനുഭൂതികൾ പല പൈലറ്റ് സൃഷ്ടികളുടെ ഗവൺമെൻറ് ബോഡി മെമ്പർ ആയിരുന്നപ്പോഴും കാര്യം ഞാനൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്തിരിക്കും. ആരും ചെയ്തിരിക്കും ഞാൻ പോയിട്ട് പറയാനൊക്കെ കുറച്ച് പ്രയാസം കേട്ടോ. ഞാൻ ഈ പ്രോട്ടോക്കോൾ അനുസരിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് യാതൊരു വിധത്തിലുള്ള എവിടെ കയറലെന്ന് പറഞ്ഞാൽ അവിടെ കയറും, എവിടെ മഞ്ച് വയ്ക്കലെന്ന് പറഞ്ഞാൽ വയ്ക്കുക. അതൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും. ഞാൻ പോകുമ്പോൾ ഉണ്ടാവുമെന്ന് വെച്ചാൽ എവിടെ പോയാലും ഈ പാമ്പിടിച്ചവരെ എവിടെ പോയാലും കൃത്യമായിട്ട് വഴക്കുണ്ടായി. ഇപ്പം അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശിവൻകുട്ടിയൊക്കെ നമ്മൾ ജൂനിയറായിട്ട് പഠിച്ചോ അതിൽ നമ്മൾ ഈ മന്ത്രിമാരൊക്കെ ഓരോ പേരുകളൊക്കെ തള്ളിക്കഴിഞ്ഞ് ഈ സാറിന് ആൾക്കാർ പോയി എല്ലാവരും പറയുന്നതല്ലേ ശിവൻകുട്ടിയല്ല. ആ ശിവൻകുട്ടിയുടെ ചേട്ടനാണ് പറ്റത് ബിയാട്ടാന്നൊക്കെ വിളിച്ചിട്ടുള്ള എല്ലാവരെയൊക്കെ വിളിക്കും. പിന്നെ ഞാനതുപോലല്ല, കൃത്യമായിട്ടുള്ള ഞാൻ വിജയേട്ടൊന്നും വിളിക്കാറില്ല. CM എന്ന് പറയും, സഹാപ്രനായ വിജയ് എന്ന് പറയും. എനിക്ക് വേണമെങ്കിൽ വിജയേട്ടനൊക്കെ വിളിക്കാം, പക്ഷേ ഞാനത് ചെയ്യത്തില്ല കേട്ടോ. മോശം അതൊക്കെ വേണമെന്ന് വെച്ചാൽ മോശമല്ല, ഞാൻ ചെയ്യും ഒന്നും മോശമല്ല, ചെയ്തോട്ടെ, ചെയ്യുന്നവരൊക്കെ ചെയ്യും. വിജയേട്ടനെ വിളിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ആനുകൂല്യങ്ങൾ പറ്റുന്നത് അല്ല, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പല കാര്യങ്ങളും ഒപ്പിക്കുകയൊക്കെ ചെയ്തവരെ പലയിടത്ത് കാണുമായിരിക്കും. ആയിക്കോട്ടെ, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. എല്ലാ കാലത്തൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കണ്ടോ എന്ത് രസമായിരിക്കുന്നുണ്ടോ. ഇപ്പോഴാണ് ഞാൻ ഇതായതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നത്. മറ്റേത് ഈ മറ്റേ പൊടി കിടക്കുമല്ലേ. നമ്മളോട് വേണമെങ്കിൽ ക്യാമറ നമ്മളെല്ലാം വൺ മാൻ ഷോ ആണല്ലോ. എഡിറ്റിങ്ങിന് അതൊരു പ്രത്യേക രസമുണ്ടെന്ന് കാര്യം. നമ്മൾ ചുമ്മാ ക്യാമറയൊക്കെ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിൽ യൂണിറ്റൊക്കെ കൊണ്ടുവന്ന് വലിയ ഷൂട്ടൊക്കെ ചെയ്ത് അല്ല അങ്ങനെ ചെയ്യണം, പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുകയുള്ളൂ. ഇതൊക്കെ വേറെ എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ട് വേണ്ടിയിട്ട് ചെയ്യുമല്ലോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് വന്ന് നമ്മുടെ ഗവൺമെൻറ് വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്, ഞങ്ങളുടെ ഗവൺമെൻറ് അല്ല, നമ്മുടെ ഗവൺമെൻറ് ഇത്ര വർഷമായിട്ട് ഭരിക്കുന്നു. അപ്പോൾ കേരളീയം വരുന്നു. അപ്പോൾ ഉറക്കച്ചെലവാണെങ്കിലും വീട്ടിലോട്ട് പോകുന്ന ഞാൻ നേരെ പോലീസ് അടുത്ത കുറേ കത്തിയൊക്കെ വെച്ച് ഇതിൻ്റെ 10 അപ്പം ഇനി തുറക്കുമ്പോഴേ കത്തി വയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അറിയാൻ പറഞ്ഞു പോകും. ഇപ്പോഴത്തെ ബോർഡാണല്ലോ. അപ്പം മറ്റിടത്തോട് ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരുപാടല്ല, ഞാൻ പലരും ചെയ്തിട്ടുള്ള അങ്ങോട്ട് പോകുമ്പോൾ പരിധി ക്യാമറ കൊണ്ട് പോകുന്നില്ല. കാര്യം എവിടെ ക്ലോസ് ചെയ്യണമെന്നുള്ള കാര്യം എവിടെ ക്ലോസ് ചെയ്യേണ്ട ദൈവത്തെ തന്നെ ക്ലോസ് ചെയ്യാം. ചെങ്കടി ക്ലോസ് ചെയ്യാം. അപ്പോൾ ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരി, ഉണരുവിൻ പട്ടിണിയുടെ ചെങ്കടി തന്നെ ക്ലോസ് ചെയ്യാം. ഉണരുവിൻ പട്ടിണിയുടെ തടവുകാരി, ലാൽസലാം ലാൽസലാം ലാൽസലാം. കരിവള്ളൂരിലെ മണ്ണിൽ വിപ്ലവ കഥകളിരമ്പും വയലാറിൽ പൊരുതി മരിച്ച സഖാക്കൾ ഞങ്ങളുടെ സമരപഥത്തിലെ നേതാക്കൾ, സമരപഥത്തിലെ നേതാക്കൾ. വാളുറയിലിടൂ വാളുറയിലിടൂ കാപാലികരെ, വാളുറയിലിടൂ. മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല, മറക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല. മുതലാളിത്തം ഇതിൻ മുന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല. അത് ഞാൻ ആരെ അവമാനിക്കാൻ വേണ്ടി ചെയ്താൽ ആവശ്യമായിട്ട് ദേവിയിൽ. അപ്പോൾ ദേവി പിന്നെ ദേവിയാണല്ലോ കമ്പ്യൂട്ടേഴ്സ്, അത്രേ ഉള്ളൂ. വേണ്ട കേട്ടോ. പുരുഷാരങ്ങൾ വേറെ പടങ്ങളും നോക്കിയിട്ടാണ് ഇപ്പം രാത്രിയിലുള്ള പുരുഷാരം. ഇതൊക്കെ ഉള്ളൂ കേട്ടോ. പുരുഷാരം, ചെങ്കൊടി ഉണ്ടോ, ചെങ്കൊടി ചെങ്കണ്ടി ഉണ്ട്. ഇതാണ് അല്ലേ ചെങ്കൊടി. ചെങ്കൊടി ഉണ്ടോ, ചെങ്കൊടി. ലാൽസലാം 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 ലാൽസലാം. കേരളീയത്തിനു ലാൽസലാം 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 ലാൽസലാം. കേരളീയത്തിനു ലാൽസലാം 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 ലാൽസലാം.